സങ്കടകരമായ ഒരു വാർത്ത കൂടി വരികയാണ്. കാരണം ഈ പരീക്ഷാ സമ്മർദ്ദത്തെ തുടർന്ന് ഒരു വിദ്യാർത്ഥി കൂടി ജീവൻ ഒടുക്കിയിരിക്കുന്നു. തമിഴ്നാട് സ്വദേശി അനു കീർത്തനയാണ് ജീവൻ ഒടുക്കിയത്. 19 വയസ്സായിരുന്നു. ഹരിതയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഹരിത, കഴിഞ്ഞ ദിവസവും 2 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടതാണ്. ഒരാൾ കൂടി. അതെ സേതു, രാവിലെ തന്നെ വളരെ ഖേദകരമായിട്ടൊരു വാർത്തയാണ് നമുക്ക് എത്തുന്നത്. നീറ്റ് പുനഃപരീക്ഷാ പേടിയെ തുടർന്ന് ഒരു കുട്ടിയും കൂടെ ജീവൻ ഒടുക്കിയെന്നുള്ളൊരു വാർത്തയാണ്. തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശിയായിട്ടുള്ള 19 വയസ്സുകാരി അനു കീർത്തനയാണ് മരിച്ചത്. 2 തവണ അനു കീർത്തന നീറ്റ് പരീക്ഷ എഴുതിയതായിട്ടാണ് മാതാപിതാക്കളും അന്വേഷണ സംഘവും പറയുന്നത്. തുടർന്ന് ഈ പരീക്ഷ റദ്ദാക്കിയതും വീണ്ടും പുനഃപരീക്ഷ വരുന്നതുമൊക്കെ മാനസികമായി വളരെയധികം അനു കീർത്തനയെ സങ്കടപ്പെടുത്തിയിരുന്നു, ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. ആദ്യ തവണ എഴുതിയപ്പോൾ ഉയർന്ന മാർക്ക് ലഭിച്ചെങ്കിലും ദന്തൽ വിഭാഗത്തിലായിരുന്നു മാർക്ക് ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്നതെന്നാണ് അന്വേഷണ സംഘവും മാതാപിതാക്കളും വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2ാം തവണയും വീണ്ടും നീറ്റ് പരീക്ഷ എഴുതിയിരുന്നത്. പക്ഷേ വീണ്ടും കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് കുട്ടിയെ എത്തിക്കുകയായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. മരണത്തെ തുടർന്നുള്ള അല്ലെങ്കിൽ ജീവൻ ഒടുക്കിയതിനെ തുടർന്നുള്ള കുറിപ്പുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ ഇതിനു മുമ്പ് നീറ്റ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വളരെയധികം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അനു കീർത്തനയുടെ മരണത്തെ തുടർന്ന് വീണ്ടും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അവിടുത്തെ നാട്ടുകാരും വിദ്യാർത്ഥി സംഘടനകളും നടത്തുന്നതാണ് പുതിയതായിട്ട് ലഭിക്കുന്ന റിപ്പോർട്ട്. സേതു. ഓക്കെ ഹരിത, ശരി.